ഇന്ന് നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് ആക്ച്വലി നിങ്ങൾ ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇട്ടേന് 2 ദിവസം മുന്നേ ലാപ്ടോപ്പിലാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. ആക്ച്വലി പറയുകയാണെങ്കിൽ 20,000 താഴെയുള്ള നല്ല ലാപ്ടോപ്പ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ചിലപ്പോൾ ഒന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ആക്ച്വലി ഇന്നത്തെ വന്നു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോ, വിവോ, റെഡ്മി, അതേപോലെ തന്നെ പോക്കോ, ഇതിൽ ഏത് ചൂസ് ചെയ്യണം നിങ്ങൾ, അല്ലെങ്കിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ആക്ച്വലി ആ ഒരു ഡൗട്ട് മാറ്റാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഏതായിരിക്കും നല്ല ബ്രാൻഡ് കമ്പനി, ഏത് കമ്പനിയാണ് ചൂസ് ചെയ്താണ് നല്ലൊരു ഫോട്ടോ എടുക്കാനും ആക്ച്വലി ഈ ഒരു ലെവലിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പുതിയതായി ആരെങ്കിലും എൻ്റെ ചാനൽ കാണുമെങ്കിൽ താഴെ കാണുന്ന ആ ഒരു ലൈക്ക് ബട്ടണും അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ നന്ദു ടെക് യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നന്ദു. അപ്പോൾ നമുക്ക് ഒട്ടും ലൈറ്റ് ആകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. നിങ്ങൾക്കിപ്പോൾ അറിയായിരിക്കും ബ്രാൻഡ്, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് ബ്രാൻഡ്. ഓപ്പോ ആയാലും വിവോ ആയാലും ഏത് നിങ്ങൾ ചൂസ് ചെയ്തോളൂ. അതായത് ഷവമിയുടെ, റെഡ്മി ആയാലും ഇപ്പോൾ റെഡ്മിയുടെ സീരീസ് ഇപ്പോൾ ഇതിനിടയ്ക്ക് ഇറങ്ങിയതായാലും നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ല ബെറ്റർ തന്നെയാണ് റെഡ്മിയുടെ. പക്ഷേ എമൗണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ എനിക്കിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാണുന്നതിൽ ലോ ഡിവൈസ് കാണുന്നവർക്ക് വേണമെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങളുടെ കൈമിൽ ഇപ്പോൾ എത്ര പൈസ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എത്ര പൈസ ഉള്ളവർക്കാണ് കാണേണ്ടത് ആക്ച്വലി എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ എൻ്റെ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നത് 2 ബ്രാൻഡാണ് പറയുന്നത്. പോക്കോയും അതേപോലെ തന്നെ ഐക്യുവിൻ്റെത് ഇപ്പോൾ സീരീസ് ആയി ഇറങ്ങിയ ലോഞ്ച് ചെയ്ത Z6 ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്, Z6 7 ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഉൾപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ചീപ്പസ്റ്റ് പ്രൈസ് ആക്ച്വലി 128 GB റാമിന് ഐക്യുവിൻ്റെ വരുന്നത് ആക്ച്വലി 12,800 രൂപയാണ് വരുന്നത്. ഈ ഒരു മൊബൈലാണ് ഞാൻ പറയുന്നത്. ഏത് ചൂസ് ചെയ്യണം നിങ്ങൾക്കറിയാം. പോക്കോ ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഐക്യു ചൂസ് ചെയ്യണോ? ആക്ച്വലി പറയുകയാണെങ്കിൽ രണ്ടും നല്ല ബ്രാൻഡ്, രണ്ടും നല്ല ബ്രാൻഡാണ്. നിങ്ങൾ ഈ 2 ഫോണും ബ്രാൻഡ് യൂസ് ചെയ്താലും ആക്ച്വലി കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കമ്പനികളൊന്നും കുഴപ്പമില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഇറങ്ങി ഒരു മിക്ക ഫോണുകളും ആക്ച്വലി നമുക്ക് പറയാൻ പറ്റാത്ത ഒരു മൊബൈലുണ്ട്, മോട്ടോറോളജി അൾട്ര. ആക്ച്വലി എല്ലാവരും ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സാംസങ് ഗാലക്സിയും ഐഫോണിൻ്റെയും കൂടി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 12,000 രൂപയ്ക്ക് ഏറ്റവും കൂടുതൽ വിറ്റ് പോകാൻ പോകുന്ന ഫോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്യു Z7 6 ലൈറ്റാണ്. Z7 അല്ല, ഐക്യു Z7 6 ലൈറ്റ് രണ്ടും ഉണ്ട്. ആക്ച്വലി ലെജൻസ് മൊബൈൽ എന്ന് പറയാം. ഐക്യുവിൻ്റെ മോസ്റ്റ് വാണ്ടഡ് അത്രയ്ക്ക് ഡേഞ്ചർ മൊബൈൽ എന്ന് പറയാം. ആക്ച്വലി മോസ്റ്റ് വില്ലൻ എന്ന് പറയാം. പവർഫുൾ പവർഫുൾ എന്ന് പറയാം. ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്യു ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത്, അത് ലോഞ്ച് ചെയ്തതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ തപ്പിയിട്ടില്ല. കാരണം പെട്ടെന്ന് തന്നെ വീഡിയോ ഷൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. ആക്ച്വലി പോക്കോ ആയാലും അതേപോലെ തന്നെ ഐക്യുൻ്റെതായാലും ഞാൻ രണ്ടിനോട് യോജിക്കുന്നുണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ ഇനി 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് പോക്കോ M5 അല്ലെങ്കിൽ ഐക്യുവിൻ്റെ Z6 ലൈറ്റോ ആണ്. ഞാൻ ഇപ്പോൾ ലോഞ്ച് ചെയ്ത Z7 കൊടുക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഐക്യു പോക്കോ M5 ഇത് നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അത്യാവശ്യത്തിന് ക്യാമറ ക്വാളിറ്റി, അത്യാവശ്യത്തിന് വീഡിയോ പെർഫോമൻസ്, ഫോട്ടോ ക്വാളിറ്റി വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങളെ ഇമേജ് ഞാൻ കാണിക്കാം. ഫോട്ടോ വീഡിയോസ് ക്വാളിറ്റി എല്ലാം പക്ക. ഇതിൽ വീഡിയോ സെറ്റിങ്സിൽ പല മോഡ്സും കൊണ്ടുവന്നിട്ടുണ്ട്. നൈറ്റ് മോഡ്, അതേപോലെ തന്നെ പോർട്രേറ്റ് മോഡ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് മോഡ് എല്ലാം. നമ്മളൊരു ഒബ്ജക്റ്റിനെ കണക്കായി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗമെല്ലാം ബ്ലറായിട്ട് കറക്റ്റ് രീതിയിൽ ഫോട്ടോ ചെയ്യും. ആ ഒരു ഫങ്ഷൻ രണ്ടിലുണ്ട്, പോക്കോയിലുണ്ട്. അതേപോലെ തന്നെ സൂം ഔട്ട് ആൻഡ് സൂം ഇൻ ഇത് രണ്ടും അവർ കുറച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം സൂം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു ഫോട്ടോയിൽ സാധാ ഫോണിൽ, അതായത് എന്ന് വെച്ചാൽ സാധാ ഫോണിൽ നമ്മളൊരു സൂം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ബ്ലർ ഉണ്ടാവും, അത്ര ക്ലാരിറ്റി ഉണ്ടാവും. ഈ ഒരു മൊബൈൽ നമ്മുടെ അതായത് ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു ക്യാമറയുടെ ഡിസ്റ്റൻസിൽ സൂം ചെയ്ത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ രണ്ടിലും, അതിൽ പോക്കോയിലായാലും ഐക്യുലായാലും രണ്ടിലും നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കാണാൻ പറ്റും. ആക്ച്വലി എനിക്ക് പറയുകയാണെങ്കിൽ ബാക്കിയുള്ള ബ്രാൻഡ് എടുക്കണ്ടെന്നല്ല പറയുന്നത്.
വിപണിയിൽ ഇപ്പോൾ ഇറങ്ങിയതിൽ വെച്ചിട്ട് ഇത്രയും നല്ലൊരു എമൗണ്ടിൽ ഈ ഒരു 2 മൊബൈലാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ ഒരു എമൗണ്ടിൽ ഇറങ്ങിയതിൽ നിങ്ങൾ ഭാഗ്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ആക്ച്വലി ഞാൻ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഓക്കെ, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ന് ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. ആക്ച്വലി നിങ്ങൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഇറ്റ്സ് ടെസ്റ്റിംഗ് ഓഫ് സൈനിങ് ഔട്ട് മിസ്റ്റർ നന്ദു ടെക്. ഗുഡ് ബൈ.